നമസ്കാരം. നമ്മളിപ്പോൾ ഇല്ലത് ജൽഗാവ് എന്ന് പറഞ്ഞൊരു ടൗണിലാണ്, മഹാരാഷ്ട്രയില്. നമ്മളിവിടെ വരാൻ കാര്യം എന്ന് വെച്ചാൽ ഇവിടുന്ന് നേരെ അജന്ത എലോറ കേവ്സ് കാണാൻ പോണം. അപ്പൊ ഈ ജൽഗാവ് ടൗണിൽ നിന്ന് അജന്ത കേവ്സ് 60 കിലോമീറ്ററാണ്. നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോന്ന. അപ്പൊ നമ്മളിപ്പോ ഈ ടാക്സിയിലാ പോന്നത്. ടാക്സി പോകുന്നില്ല, ബസ്സിലാ പോന്ന്. ബസ്സുണ്ട്, നോക്കട്ടെ, നോക്കിയിട്ട് പറഞ്ഞുതരാം. ഇവിടുന്ന് എത്ര പൈസയാവും, എത്രയുണ്ട്, ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുതരാം. അപ്പൊ നമ്മളിവിടെ ബസ്സിന് കയറി നേരെ അജന്ത കേവ്സിലേക്ക് 60 കിലോമീറ്ററാ പറഞ്ഞ. 1.5 മണിക്കൂർ ഏകദേശം എടുക്കും ബസ്സില്. കേവ്സിലേക്കല്ല, ഡയറക്റ്റ് ബസ് പോകുന്ന വഴിക്ക് ഇറങ്ങും. കേവ്സിന്ന് തൊട്ടടുത്ത്. ബാക്കിയുള്ള വിശേഷങ്ങൾ പറഞ്ഞുതരാം. എലോറയും അജന്തയും കേവ്സ് കാണണമെങ്കിൽ ഇത് മഹാരാഷ്ട്രയില, നോർത്ത് മഹാരാഷ്ട്രയില. നമ്മളെ നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് ട്രെയിൻ ഇല്ല. നമുക്കിപ്പം എലോറ കേവ്സ് ആണെങ്കിൽ അടുത്ത് വരുന്ന ട്രെയിൻ സ്റ്റേഷൻ ജംഗ്ഷൻ എന്ന് പറയുമ്പം ഔറംഗാബാദ് ജംഗ്ഷൻ. പേര് ഔറംഗാബാദ് സിറ്റീൻ്റെ മാറ്റിയിട്ട് ഇപ്പം ഛത്രപതി ശംഭാജി നഗർ എന്ന് ഇട്ടിരിക്കുന്നത്. അപ്പം ഛത്രപതി ശംഭാജി നഗറിലേക്ക് എത്താൻ ഡയറക്റ്റ് ട്രെയിൻ ഇല്ല. സ്റ്റേഷൻ്റെ പേര് ഇപ്പം ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷൻ തന്നെ. പിന്നെ വേറെ ഒരു വഴി ഔറംഗാബാദിലെത്താൻ വേണ്ടി ഒന്നിക്കാൻ മുംബൈയിൽ വന്ന് മുംബൈയിൽ നിന്ന് ഔറംഗാബാദിലേക്ക് ഒരു ട്രെയിൻ എടുക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഡൽഹി പോകുന്ന ട്രെയിൻ ഹസ്രത്ത് നിസാമുദ്ദീൻ അല്ലെങ്കിൽ മംഗള എക്സ്പ്രസ്, ഇതിൽ നാസിക്ക് ഇറങ്ങാൻ, നാസിക്കുന്ന ട്രെയിൻ മാറിക്കയറണം. അതുകൊണ്ട് കുറച്ചൊരു പണിയാണ് ഇവിടെ എത്താൻ വേണ്ടി. അതും ഡയറക്റ്റ് കേരളത്തിൽ നിന്ന്. ഇനി മറ്റൊരു സ്റ്റേഷൻ, നമുക്ക് അജന്ത കേവ്സിന് അടുത്തെത്താൻ പറ്റിയൊരു സ്റ്റേഷൻ ജൽഗാവ്. ജൽഗാവിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അജന്ത കേവ്സിൽ ഏകദേശം 60 കിലോമീറ്റർ ഇല്ലും. അപ്പോൾ അജന്ത കേവ്സിൽ ജൽഗാവ് എത്തിക്കഴിഞ്ഞാൽ എളുപ്പമാണ്, 60 കിലോമീറ്ററിലും. എലോറ കേവ്സിലാണെങ്കിൽ ഔറംഗാബാദ് സ്റ്റേഷൻ അടുത്താണ്. അവിടുന്ന് ഒരു 40 കിലോമീറ്ററിലും എലോറ കേവ്സിലേക്ക്. ഇനി ഔറംഗാബാദിൽ നിന്ന് അജന്ത കേവ്സിൽ വരാൻ ഏകദേശം 150 കിലോമീറ്റർ ഉണ്ട്. അതേപോലെ തന്നെ നേരെ മറിച്ച് എലോറ കേവ്സിലേക്ക് ജൽഗാവിന്ന് പോവുകയാണെങ്കിൽ 150 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ രണ്ട് സ്റ്റേഷനും അജന്ത എലോറ കേവ്സ് പോവാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിലോമീറ്റർ കുറച്ചുണ്ട്. കാരണം രണ്ടും ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ്. ഒരു ഭാഗത്ത് അജന്ത കേവ്സ് ആണെങ്കിൽ മറ്റൊരു ഭാഗത്ത് എലോറ കേവ്സ്. നമുക്ക് ഒരു ദിവസം തന്നെ രണ്ടും കണ്ടിറങ്ങാം. പെട്ടെന്ന് കണ്ടിറങ്ങുകയാണെങ്കിൽ രണ്ടും ഒരു ദിവസം തന്നെ നമുക്ക് കണ്ടിറങ്ങാം. കേവ്സ് ടൈമിംഗ് എന്ന് പറയുമ്പോൾ രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 6 മണി. കൃത്യം 6 മണിയാകുമ്പം കേവ്സ് പൂട്ടും. നമ്മൾ എത്രയും പെട്ടെന്ന് കണ്ടിറങ്ങുന്ന അത്രയും പെട്ടെന്ന് നമുക്ക് രണ്ടും കണ്ട് ഒരു ദിവസം കൊണ്ട് തീർക്കാം. ഔറംഗാബാദിലും താമസ സൗകര്യമുണ്ട്, വലിയ സിറ്റിയാണ്, എല്ലാം കിട്ടും. ജൽഗാവിലും താമസ സൗകര്യമുണ്ട്, അതും ഒരു സിറ്റി തന്നെയാണ്, എല്ലാം കിട്ടും. റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് താമസ സൗകര്യമുണ്ട്, അല്ലെങ്കിൽ മെയിൻ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് താമസ സൗകര്യമുണ്ട്. നമ്മൾ ജൽഗാവ് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയത്. ഡയറക്റ്റ് ട്രെയിൻ ഫ്രം മുംബൈ ടു ജൽഗാവ്. അതുകൊണ്ട് നമുക്ക് ജൽഗാവ് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നുകൊണ്ട് അവിടെ അന്ന് വൈകുന്നേരം സ്റ്റേ ചെയ്തു. രാവിലെ 6 മണി തൊട്ട് ഡയറക്റ്റ് ബസ്സസ് ഉണ്ട് അജന്ത കേവ്സിലേക്ക്. അതപ്പം അവര് അജന്ത കേവ്സിന്റെ മുമ്പിൽ ഇറക്കി വിടും. 60 കിലോമീറ്ററിൽ 1.5 മണിക്കൂർ കൊണ്ട് MSRTC മഹാരാഷ്ട്ര സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ് അവിടെ നമ്മളെ ഇറക്കി വിടും.
അതിലിടയിൽ ഒരു 20 മിനിറ്റ് ബ്രേക്ക് ഉണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അതിന്റെ കൂടെ കഴിച്ച് പോവാ. പിന്നെ നമുക്ക് അഥവാ ഇവിടുന്ന് ലൈറ്റ് ആയിട്ട് സ്നാക്സോ അല്ലെ വടാപ്പാവോ ഇങ്ങനെയില്ല സമൂസ ചായ എല്ലാം അജന്ത കേവ്സിന്റെ മുമ്പതും ഉള്ളില് നമുക്ക് കഴിക്കാം. പിന്നെ ഇനി അജന്ത കേവ്സ് നമുക്ക് ഇനി എലോറ കേവ്സിലേക്ക് ഞാൻ പറഞ്ഞല്ലോ 150 കിലോമീറ്റർ ഉണ്ട്. ടാക്സി സൗകര്യമുണ്ട്. ടാക്സിക്ക് ഇപ്പോഴത്തെ റേറ്റ് ഈ 2025 റേറ്റ് എന്ന് പറയുമ്പം ഇതിപ്പോ ജാനുവരി മാസം ഏകദേശം 4000 റുപ്യ മിനിമം ടാക്സി റേറ്റ് മേടിക്കും. AC ടാക്സി 4000, ചിലപ്പോൾ 4500 വരെ പറയാ, സീസണും ആളെ തിരക്കും അനുസരിച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മുൻകൂട്ടി ഫിക്സ് ചെയ്തിട്ട് പോവുക. ഇനി അഥവാ അജന്ത കേവ്സ് മാത്രം കണ്ട് അവിടെ തങ്ങുകയാണെങ്കിൽ അടുത്തുള്ള സിറ്റി ഉണ്ട്. അജന്ത എല്ലോറ അതിൽ അജന്ത കേവ്സിലാ വന്ന. बस कहाँ मिलेगा? इधर ही आएगा? हैं? सामने बोर्ड लगा हुआ है, सामने बाथरूम भी बस दो। नहीं बस कहाँ मिलेगा? बस उधर ही से। वो क्या बोर्ड लगा हुआ है? टॉयलेट से ऐसे जाके बस आप शॉप के पीछे बस मिलेगा। 4 किलोमीटर गवर्नमेंट का बस चलता है। बस इधर ही शॉप के पीछे बस ऐसे जाइए। अच्छा ओके। मार्केट क्रॉस होने के बाद बस मिलेगा। हाँ हाँ हाँ। अपना शॉप इधर में आने के बाद विजिट करना सर। हैंडीक्राफ्ट का शॉप है अपना। आने के बाद देखिए। ബസ് ഇവിടെ താഴെയാ കിട്ടുക. ബസ്സിലേക്ക് പോണം. ഷട്ടിൽ ബസ് ഇവിടുന്ന് കിട്ടും. ഷട്ടിൽ ബസ്സിൽ വേണം കേവ്സിലേക്ക് പോവാൻ. കേവ്സിലേക്ക് പോകുന്ന വഴിക്ക് ഇല്ല കടകളാണ് ഇതെല്ലാം. കഴിക്കേണ്ടയും കുടിക്കേണ്ടയും പിന്നെ ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം മേടിക്കേണ്ട കടകൾ. ഇപ്പോൾ സമയം രാവിലെ 9 മണി. 9 മണിയെ കേവ്സ് തുറക്കുക. കുറച്ച് ആൾക്കാരെല്ലാം ഇവിടെ എത്തി കേവ്സ് കാണാൻ. എൻട്രി പോയിന്റിന് ബസ് പിടിച്ചു പോകണം കേവ്സിലേക്ക്. शॉप है अपना 61 अरवत हुआ काटिया रिमेंबर अन्ना 61 कुछ चाहिए तो अपना शॉप 61 अरे की लेफ्ट साइड ना बिहाइंड द शॉप भैया भैया ഒരു 10 മിനിറ്റ് നടക്കണം എൻട്രൻസിന്ന് താഴെ ഷട്ടിൽ ബസ്സിലേക്ക്. ഈ മുമ്പിൽ വരുന്ന കടേൻ്റെ എല്ലാം ബാക്കിലായിട്ട് വരും ഷട്ടിൽ ബസ്. ഓ കുരങ്ങന്മാരുണ്ടല്ലോ, ലങ്കൂർ പോലത്തെ കുരങ്ങ്, വലിയ ടൈപ്പ്. വീഡിയോയിൽ കാണുന്നുണ്ടോയെന്നറിയില്ല, പക്ഷെ ഇവിടെ മുമ്പിലെല്ലാം കാണാം ഇങ്ങനെ. ഇതാണ് ഷട്ടിൽ ബസ്സിൻ്റെ സ്റ്റോപ്പ്. ഇവിടെ ഷട്ടിൽ ബസ് വരും കാത്തുക്കുന്ന ബസ്സിന്. രാവിലെ തന്നെ ആൾക്കാർ എത്തിത്തുടങ്ങി. 9 മണിക്ക് കേസ് തുറക്കും. രാവിലെ തന്നെ എത്തിത്തുടങ്ങിയ ആൾക്കാർ. ഇതാ കാണുന്ന ബസ്സാ പോവുക അങ്ങോട്ടേക്ക് കേവ്സിലേക്ക്. ഇതാണ് പിക്കപ്പ് പോയിന്റ്. സെയിം ഡ്രോപ്പ് പോയിന്റ് ഇത് തന്നെ. ഇവിടുന്ന് എൻട്രൻസിലേക്ക് ജസ്റ്റ് ഒരു 5 മിനിറ്റ് നടന്നാൽ മതി. എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ഹൈവേ അത്.
ഇനി ഇവിടുന്ന് നിങ്ങൾക്ക് അജന്ത കേവ്സ് കണ്ടു കഴിഞ്ഞിട്ട് എലോറ കേവ്സ് പോകണമെങ്കിൽ ടാക്സി പിടിക്കണം, വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. കാരണം ഔറംഗാബാദ് അടുത്താണ് എലോറ കേവ്സ്. ഇവിടുന്ന് ഔറംഗാബാദിലേക്ക് ഏകദേശം ഒരു 2.5-3 മണിക്കൂറിന്റെ ഓട്ടോ ഉണ്ട്. ഔറംഗാബാദിൽ നിന്ന് എലോറ കേവ്സും 50 കിലോമീറ്റർ. ഷട്ടിൽ ബസ് പിടിച്ച് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ 40 രൂപ ടിക്കറ്റാണ് എൻട്രി ഫീസ്. ഷട്ടിൽ ബസ്സിന് സെപ്പറേറ്റ് 30 രൂപ കൊടുക്കണം. അതൊരു 2 കിലോമീറ്റർ ഉണ്ട് അവിടെ. ആ എൻട്രിന്ന് ഇവിടെ ഈ എൻട്രി പോയിന്റിലേക്ക് കേവ്സിലേക്ക് കുറച്ച് നടക്കണം, സ്റ്റെപ്സ് കയറണം, പിന്നെ കുറച്ച് ഫ്ലാറ്റ് സർഫസ് ഉണ്ട്, നിരപ്പായ സ്ഥലമുണ്ട്. അങ്ങോട്ട് മുമ്പോട്ട് കാണാൻ കേവ്സ് കാണാൻ പോകുമ്പോ കുറച്ചൊക്കെ സ്റ്റെപ്സ് എല്ലാം കയറണം. സ്റ്റെപ്സ് കയറിയിട്ട് വേണം മുകളിൽ കയറാൻ. ആ കുന്ന്, അതാ ആ കുന്ന് കാണുന്നില്ലേ, ആ പാറേൻ്റെ ആ ഷെയ്ഡ് കാണുന്നില്ലേ, പാറേൻ്റെ ബ്ലാക്ക് ഷെയ്ഡ്, അതാണ് കേവ്സ്. കൊത്തിയിട്ടതാ, പാറേൻ്റെ ഉള്ളിലല്ലേ മല തുറന്ന് കൊത്തിയിട്ടതാ. ഇതാണ് അജന്ത കേവ്സ്. അജന്ത കേവ്സ് കംപ്ലീറ്റ് കൊത്തുപണി അല്ലെങ്കിൽ ഒരു ബുദ്ധിസ്റ്റ് ആർക്കിടെക്ചറിലാണ് ഫുള്ള് കൊത്തുപണി നടത്തിയിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഹാൾസ് ഉണ്ട്, അല്ലെങ്കിൽ താമസിക്കേണ്ട സൗകര്യങ്ങൾ ആക്കി വെച്ചിട്ടുണ്ട്. അവർക്ക് പ്രേ ചെയ്യേണ്ട, വേർഷിപ്പ് ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ട്. അതുപോലെ ബുദ്ധന്റെ പ്രതിമകൾ കൊത്തിവെച്ചിട്ടുണ്ട്. നമ്മൾ ശരിക്കും ഇന്ന് കാണുന്ന ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി, കോൺക്രീറ്റ് കൊണ്ടെല്ലാം ഉണ്ടാക്കുന്ന ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി, അതിൻ്റെ മറ്റൊരു രൂപം ഒരു ഗുഹയിൽ അല്ലെങ്കിൽ ഒരു പാറേൻ്റെ മലയിൽ അവർ കൊത്തി ഉണ്ടാക്കിയിരിക്കുക. അത് കാണാൻ തന്നെ ഭയങ്കര ഒരു അതിശയമാണ് നമുക്ക്. കാരണം ഇന്നത്തെ കാലത്ത് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ പോലും പറ്റൂല. ഇനി നമ്മൾ ഇന്നത്തെ കാലം ഈ പണി തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ എത്രത്തോളം ഈ മെഷീനറിയും നമ്മളെടുത്ത് JCB ഉണ്ട്, റോക്ക് കട്ടർ ഉണ്ട്, എർത്ത് മൂവർ ഉണ്ട്, എക്സ്കവേറ്റർ ഉണ്ട്. എന്ത് വലിയ വലിയ മെഷീനറിയും എന്ത് എർത്ത് മൂവർ ഉപയോഗിച്ചാലും ഇങ്ങനെയുള്ള ഒരു സംഗതി, ഇങ്ങനെയുള്ള ഒരു മോണ്യുമെന്റ്, ഇങ്ങനെയുള്ള ഒരു കൊത്തുപണി, ഇങ്ങനെയുള്ള ഒരു സാധനം സംഗതി ഇന്നേ വരെ നമുക്ക് ഇതുവരെ ഈ പുതിയ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ ടണൽ ഉണ്ടാക്കുന്നു,
ട്രെയിന് അണ്ടർ വാട്ടർ സീ വാട്ടറിന്റെ ഉള്ളിൽ കൂടെ പോകാനും വണ്ടി പോകാനും വലിയ വലിയ ബ്രിഡ്ജസ് ഉണ്ടാക്കുന്നു കടലിന്റെ മുകളില്. പക്ഷെ ഇങ്ങനെയുള്ള ഒരു സംഗതി നമുക്ക് ഇതുവരെ ലോകത്തിൽ എവിടെയും ഈ കാലഘട്ടത്തിൽ നമ്മളെ കാലഘട്ടത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഇതെല്ലാം പണ്ട് പണ്ട് വെറും കൈയോണ്ട് ചെറിയ ടൂൾസ് ഉപയോഗിച്ചിട്ടല്ലേ, ചെറിയ ഇരുമ്പിന്റെയോ അല്ലെ കല്ലിന്റെയോ അങ്ങനെയുള്ള ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ടൂൾസ് കൊണ്ട് കൊത്തി കൈയോണ്ട് കൊത്തി അത്രയും ആളും മെനക്കെട്ടുണ്ടാക്കിയ സംഗതികളാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അതും ഇന്നത്തെ കാലത്ത് ഇതിങ്ങനെ പ്രിസർവ് ചെയ്യാൻ തന്നെ ഒരുപാട് പണിയും പൈസയും നേരവും പിടിക്കും. അപ്പം നമ്മൾ ഈ പോകുമ്പം ഈ കാണുന്ന സ്ഥലങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അതേപടി പാലിക്കുക. ഒച്ചയുണ്ടാക്കരുത്, ബഹളം വെക്കരുത്, കുപ്പിവെള്ളം, അതുപോലെ ഭക്ഷണത്തിന്റെ പാക്കറ്റ്സ്, ബിസ്ക്കറ്റ് റാപ്പേഴ്സ്, ചോക്ലേറ്റ് റാപ്പ്, ഇതൊന്നും നമ്മൾ താഴെയിട്ട് അലവസരമായി അങ്ങോട്ടും ഇങ്ങോട്ടും എറിയരുത്. അപ്പം ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. നമ്മളെ ഭാഗത്തുനിന്ന് വൃത്തിയാക്കി വെക്കാൻ പറ്റുന്ന പരമാവധി ചെയ്യുക. ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞെടുത്ത് ഫോട്ടോ എടുക്കരുത്, വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞെടുത്ത് വീഡിയോ എടുക്കരുത്. അങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുക. അവിടെ ഇവിടെയും കൈ തൊട്ട്, കാരണം ഇതെല്ലാം ഒരുപാട് പഴക്കമുള്ള സ്ട്രക്ചേഴ്സാണ്. നമ്മൾ ചിലപ്പോൾ ഇത് കൊണ്ട് ഈ കൈയെല്ലാം തൊടുമ്പോൾ ചിലപ്പോൾ ഈ കല്ല് അവിടെ ഇവിടെയെല്ലാം പൊട്ടാം, ഒരുപാട് ഡാമേജ് പറ്റിയിട്ടുണ്ട്. മുകളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, റൂഫിന്റെ മുകളിൽ പെയിന്റിങ്സ് എല്ലാം അതിൽ എത്രയോ പഴക്കം എന്ന് പറഞ്ഞാൽ എത്രയോ കാലം പിന്നിട്ടിട്ടും ചിലതെല്ലാം അതേപോലെ ഇൻടാക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഏകദേശം നല്ലൊരു വിസ്തീർണത്തിൽ സംഗതി അവർ കൊത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറയുന്ന വൺസ് ഇൻ എ ലൈഫ് ടൈം, ഇത് എല്ലാ ഇന്ത്യക്കാരും ഇങ്ങനെയില്ല, നമ്മൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യൻ്റെ അണ്ടറിൽ വരുന്ന ഇങ്ങനെയില്ല മോണ്യുമെന്റ്സോ ഇങ്ങനെയില്ല കൊത്തുപണികളോ ഇങ്ങനെയില്ല ആർട്ടിഫാക്ട്സോ, ഇതെല്ലാം നമ്മൾ ഒരിക്കലെങ്കിലും കണ്ടിരിക്കണം, എന്താണെന്ന് അറിഞ്ഞിരിക്കണം. നമ്മൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട് അജന്ത എലോറ കേവ്സോ ഇങ്ങനെയില്ല താജ്മഹൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പം ഇപ്പം നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളെ കുട്ടികൾക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാം ഡയറക്റ്റ് ഇതെന്താണെന്ന്. അവർക്കൊരു കൗതുകം, അവർക്ക് അവരുടെ ഫ്രണ്ട്സോട് പറയാം ഞാൻ ഇത് കണ്ടു, അല്ലെങ്കിൽ അവർക്ക് പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാം. അപ്പം വൺസ് ഇൻ എ ലൈഫ് ടൈം കാണേണ്ട ഒരു സംഗതി തന്നെ ഈ അജന്ത ആൻഡ് എലോറ കേവ്സ്.
ഈ കാണുന്നത് ഒരു മെഡിറ്റേഷൻ ഹാള് അല്ലെങ്കിൽ ഒരു പ്രെയർ ഹാൾ എന്നും പറയാം. അപ്പോൾ ഇങ്ങനെ പില്ലേഴ്സ് കൊത്തി കൊത്തി ഉണ്ടാക്കി ആ സ്തൂപ്പ പോലത്തെ അതും കൊത്തി കൊത്തി ഉണ്ടാക്കി ഒരു വലിയ ഹാൾ ഉണ്ടാക്കി വെച്ചിരിക്കും. ഇതിൻ്റെ പുറത്ത് കുറച്ച് റിനോവേഷൻ എല്ലാം ചെയ്തിട്ടുണ്ട്. കാരണം ചില സ്ഥലങ്ങളിൽ സിമെൻറ്റിൻ്റെ പണി എടുത്ത വെച്ച് കാണുന്നുണ്ട്, തേപ്പ് കഴിച്ചിട്ടുണ്ട്. അപ്പം ചില പൊടിഞ്ഞതും പൊട്ടിപ്പൊളിഞ്ഞ ഭാഗത്തെല്ലാം ആയിട്ട് പണി ഇങ്ങനെ റെനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ സ്ട്രക്ചറും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയാൻ, ഈ പാറേൻ്റെ മലയില്ലേ, ഈ കുന്നിൻ്റെ മുകളിലുള്ള ചില ടൈപ്പ് കല്ലുകൾ, ആ കല്ലുകൾ വെച്ചിട്ട് ഈ അവിടെയുള്ള ആർട്ടിഫാക്ട്സ് അല്ലെങ്കിൽ അവിടെയുള്ള താഴെയുള്ള സ്റ്റോറുകളില്ലേ, ആ സ്റ്റോറുകളിൽ ഈ കല്ലുകൾ വെച്ചിട്ട് ഓർണമെൻറ്റ്സ് എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഗിഫ്റ്റ് ബോക്സസ് അല്ലെങ്കിൽ ഗിഫ്റ്റിൻ്റെ പല സാധനങ്ങളായിട്ട് ഈ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചില കല്ലുകളെല്ലാം കാണുമ്പോൾ നമ്മളെ കടലിൻ്റെ അടിയിൽ കോറലില്ലേ, ആ കോറൽ പോലെയെല്ലാം കാണാം. നല്ല ലൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പല തരത്തിൽ മിന്നി കളിക്കുന്ന പല കളറിൽ വരുന്ന കല്ലുകൾ കാണാം. പിന്നെ വഴിയോര കച്ചവടക്കാരുടെ അടുത്തും ചെറിയ ചെറിയ ഓർണമെൻറ്റ്സ്, കമ്മൽ, കാതിൽ ഇങ്ങനത്തെ എല്ലാം ഉണ്ട്. പക്ഷേ അത് കല്ലിവർ കാണിക്കുന്നുണ്ട് നമുക്ക്. എത്രത്തോളം അത് ഒറിജിനൽ ആണോ എന്ന് കണ്ടിട്ടൊരു തരത്തിൽ ഒറിജിനൽ പറയാൻ പറ്റുന്നില്ല. പക്ഷേ കടകളിലില്ല, അവിടെയുള്ള സ്റ്റാളുകളിൽ കല്ലുകൊണ്ടുണ്ടാക്കിയ ഒറിജിനൽ സാധനങ്ങൾ അവിടെ ഡിസ്പ്ലേന് വെച്ചിട്ടുണ്ട്. വില പേശി നമുക്ക് മേടിക്കാം. ചില കേവ്സ് മുകളിലും താഴെയായിട്ടും ഉണ്ട്. എന്ന് പറഞ്ഞാൽ താഴെ കാണുന്നതും അതിൻ്റെ മുകളിലൊരു ഫ്ലോറും കൂടെ ഉണ്ട്. അങ്ങനെ 2 ഫ്ലോറായിട്ട് കൊത്തിവെച്ച കേവ്സ് ഉണ്ട്. ഈ മുകളിൽ കയറാൻ ഇങ്ങനെ ചെറിയ ഇടുക്ക് വഴി എന്ന് പറയുമ്പോൾ കല്ലിങ്ങനെ കൊത്തി കൊത്തി പടിയാക്കി ചെറിയ ഇടുക്ക് വഴി കുറച്ച് ചിലപ്പോൾ മണങ്ങിയിട്ടെല്ലാം മുകളിൽ കയറേണ്ടി വരും. അങ്ങനെ അവിടെ മുകളിലും ഈ താഴെയില്ല പോലെ തന്നെ ഹോളും കാര്യങ്ങളെല്ലാം തന്നെ അജന്ത കേവ്സിൽ. ഞാൻ പോകുന്നില്ല, നിങ്ങൾ പോയിട്ട് ഞാൻ വെള്ളത്തിൽ നോക്കില്ല.
तो मॉनेस्ट्री नंबर 19 ये महायान और विजययान का कॉम्बिनेशन है। यहाँ पे मूर्ति भी बना है और ये स्तूपा भी बना है। स्तूपा जो तो ऊपर जो 3 अंग दिख रहे हैं उसका मीनिंग से बुद्धम संगम रक्षामि संगम संगम रक्षामि और संगम संगम रक्षामि। अभी ऊपर जो ഇതവിടെ അടുത്ത് പോവാതോ അല്ല അങ്ങോട്ട് പോവാതോ അങ്ങനെ
അജന്ത കേവ്സ് കണ്ടു കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുന്ന ഇത് പുറത്തേക്കുള്ള വഴി എക്സിറ്റാണിത്. എക്സിറ്റ് അങ്ങോട്ട് ഇറങ്ങി താഴെ നമ്മൾ ഒരു ബ്രിഡ്ജ് കഴിഞ്ഞ് പോകണം. ജസ്റ്റ് ഒരു 10 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ വന്ന് കയറിയ എൻട്രൻസിൻ്റെ അവിടെ എത്താം. അവിടുന്ന് വീണ്ടും ഷട്ടിൽ ബസ് റിട്ടേൺ 30 രൂപ കൊടുത്ത് പുറത്ത് എക്സിറ്റ് ഗേറ്റിൻ്റെ അവിടെ ചെന്നിറക്കും. അവിടുന്ന് പിന്നെ നമ്മൾ ടാക്സിയോ അല്ലെ നമുക്ക് വാഹനമുണ്ട്, നമ്മളെ സ്വന്തം കാറോ അല്ലെ ബസ് പിടിച്ച് നമുക്ക് അടുത്ത പോകേണ്ടത് എലോറ കേവ്സ്. എലോറ കേവ്സിലേക്ക് ഞാൻ പറഞ്ഞല്ലോ 150 കിലോമീറ്റർ ഉണ്ട്. 3.5 മണിക്കൂർ ഏകദേശം പിടിക്കും എലോറ കേവ്സിൽ. ഇനി അതല്ല എലോറ കേവ്സിൽ ഡയറക്റ്റ് ബസ്സിൽ കിട്ടിയില്ലെങ്കിൽ ഔറംഗാബാദിലേക്ക് പോവുക. ഔറംഗാബാദിൽ നിന്ന് പിന്നെ ഒരു 30 കിലോമീറ്റർ 40 കിലോമീറ്റർ 1 മണിക്കൂർ സമയം ബസ്സുണ്ട്. മഹാരാഷ്ട്ര സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ്സുണ്ട്. AC നോൺ AC ബസ് എല്ലാ ബസ്സുകളുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ എല്ലാവരോടും ഗുഡ് ബൈ. സീ യു അൺടിൽ ദി നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ.